ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് കോർപ്പറേഷൻ ലിമിറ്റിലാണ് ഉള്ളത്. വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്നും, അതായത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഉള്ളത്. ഇവിടെ 4 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയ ഒരു അടിപൊളി ഇരുനില വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ 72 ലക്ഷം രൂപ ബജറ്റിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. അതുപോലെ നമ്മുടെ ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലൈഡിങ് ആയിട്ടുള്ളൊരു ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു വലിയൊരു SUV ഒക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു തെങ്ങ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തെങ്ങ് വേണമെങ്കിൽ ആ തെങ്ങ് മുറിച്ച് തരുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു സ്പേസ് കിട്ടും വണ്ടി കയറാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഓപ്ഷനുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ കിണറല്ല യൂസ് ചെയ്തിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനാണ്. അതെല്ലാം കണക്ഷനെല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കി വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എല്ലാം ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇങ്ങോട്ടേക്ക്, അതായത് ഈ ഒരു ഫ്രണ്ട് വശം നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് 2 വീലർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ഇവിടെ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ സ്റ്റെപ്പിന് ട്രെഡ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഒരു വലിയൊരു സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. L ഷേപ്പിനുള്ളൊരു സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇനി സിറ്റൗട്ടിലേക്ക് നോക്കുവാണെങ്കിൽ ബോർഡർ ആണ്, അതും ഗ്രാനൈറ്റ് ആണ്. അതുപോലെ നമ്മുടെ ഈ തൂണ് നോക്കുവാണെങ്കിൽ ഒരു ടെറാക്കോട്ട ജാലി ഡിസൈനുള്ള ആ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വിൻഡോ നോക്കുവാണെങ്കിൽ അതെല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഫ്രണ്ട് വിൻഡോ എല്ലാം. അതുപോലെ കതക് അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ സിറ്റൗണിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ നോക്കാം 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അൺബോക്സ് ചെയ്യാനുണ്ട്. അതുപോലെ ഇവിടെ ഒരു പ്ലാനും കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് കതകിലേക്ക് വരാം. ഫ്രണ്ട് കതകും കട്ടിലെല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ നമ്മളൊരു ലിവിംഗ് ഏരിയയിലേക്ക് വരുന്നത്. ലിവിംഗ് ഏരിയ നോക്കുവാണെങ്കിൽ 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രാൻഡഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെ സർഫസ് ലൈറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹാവൽസ് എന്ന ബ്രാൻഡാണ്. അതുപോലെ ഇവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 വിൻഡോസും കാണാം. അപ്പോൾ നമ്മുടെ TV കൊണ്ട് ഈ ഭാഗത്ത് വരുന്ന ഒരു സ്ഥലം പോലും പാഴിക്കളയാതെ ഒരു 50 ഇഞ്ച് TV ഒക്കെ സുഖമായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു TV കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടും ലോവർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ ആയിട്ട് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമ്മുടെ നിഷ് കാണാം. ഒരു 3 നിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലെല്ലാം ഇവിടെയെല്ലാം വാമായിട്ടുള്ള സീലിംഗ് ഏരിയയാണ്. ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെയും 4x2 സൈസിലുള്ള ഒരു പ്രീമിയം ആയിട്ടുള്ള ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് അകത്തായിട്ട് അപ്പോക്സി ചെയ്യാനുണ്ട്. അതുപോലെ മുകളിലായിട്ട് വാമായിട്ടുള്ള ജിപ്സം സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതുപോലെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ ഭിത്തിയുണ്ട്. ഇവിടെ ഫുള്ള് ടെക്സ്ചർ പെയിൻ്റായി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഇവിടെ സ്വിച്ച് ബോർഡെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് V-Guard എന്ന ബ്രാൻഡാണ്. അപ്പോൾ ഡൈനിങ് ഏരിയയോട് ചേർന്നൊരു വാഷിംഗ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിർമ്മിച്ചിരിക്കുന്ന ജാഗ്വാർ എന്ന ബ്രാൻഡാണ്. വാഷ് ബേസിനാണെങ്കിലും അതുപോലെ ടാപ്പും കൊടുക്കുന്ന ജാഗ്വാറാണ്. വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കോബ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ആർച്ച് കൊടുത്തുകൊണ്ടും അതുപോലെ താഴെയായിട്ട് പെബിൾസൊക്കെ വിരിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു വാഷിംഗ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലെ കാഴ്ചകളിലേക്ക് പോകും. കിച്ചൺ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കിച്ചനാണ്. 2 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തും അതുപോലെ ആർച്ച് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കാണാം. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഇവിടെ നമ്മുടെ കൗണ്ടർ ടോപ്പ്, ടേബിൾ ടോപ്പ് ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. അതുപോലെ ബാക്കിയെല്ലാം മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ തീമിലുള്ള പ്രൊഫൈൽ ഹാൻഡിൽസോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് കാണാം. ഇവിടെയായിട്ട് നമുക്ക് ചിമ്നി, ഇലക്ട്രിക് ചിമ്നി, അതുപോലെ തന്നെ ഹുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോട്ടലി നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു വാമായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് അപ്പർ ക്യാബിനറ്റ് കാണാം. ഒരു വൈറ്റും അതുപോലെ വുഡും തീമിലുള്ള അങ്ങനെ ഡ്യുവൽ ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജിൻ്റെ സ്പേസ് വരുന്നത്. വലിയൊരു ഫ്രിഡ്ജൊക്കെ സുഖമായിട്ട് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ മുകളിലായിട്ടും ആ ഒരു അപ്പർ ക്യാബിനറ്റിൻ്റെയും ലോവർ ക്യാബിനറ്റിൻ്റെയൊക്കെ ആ ഒരു പ്രൊഫൈൽ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് റോസ് ഗോൾഡ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രീമിയമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഒരു ടൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വുഡ് ഫിനിഷുള്ള 4x2 സൈസുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കിച്ചൺ മാത്രമല്ല ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ വർക്ക് ഏരിയ ഡോർ നോക്കുകയാണെങ്കിൽ മഹാഗണിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്പേസുള്ള വർക്ക് ഏരിയ തന്നെയാണ്. ഫുള്ള് ഇവിടെ നമ്മൾ ടേബിൾ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഒരു ഫിനിഷിങ്ങുള്ള ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ സിങ്കും 2 സിങ്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്ടർ പ്യൂരിഫയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്വിച്ച് ബോർഡ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഗ്രൈൻഡറോ മിക്സിയൊക്കെ വയ്ക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ സ്പേസ് വരുന്നത്.
ഇവിടെ ആയിട്ട് എല്ലാം ഗ്രില്ല് G2 ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്, പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മളൊരു ഫോയറിലേക്ക് വന്നിട്ട് റൂമിലേക്ക് വരുന്നു. ഈ ഫോയർ റൈറ്റ് സൈഡിലായിട്ട് DB കൊടുത്തിട്ടുണ്ട്. അപ്പോൾ DB ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 3 ഫേസ് കണക്ഷൻ എടുത്തിട്ടുള്ളത്. അതിൽ MCBയും ELCB എല്ലാം വീഗഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. അപ്പോൾ റൂമിലേക്ക് വരുമ്പോഴും ഇവിടുത്തെ വാതിലെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മഹാഗണിയാണ്. ഇവിടുത്തെ റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 10 അടി വീതിയും 12 നീളമുള്ളത് 10-12 സൈസ് റൂമാണ്. അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഒരു വൈറ്റ് ടീമിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നല്ല വിശാലമായിട്ടുള്ള വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിലെല്ലാം കൊടുത്തിരിക്കുന്നത് ഒരു റോസ് ഗോൾഡ് ഫിനിഷിലാണ്. അതുപോലെ മുകളിലായിട്ടും അപ്പർ ക്യാബിനറ്റ് കാണാം, ഒരു മിറർ യൂണിറ്റ് കാണാം, ഒരു മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം കൃത്യമായ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. വാഷ്റൂം നോക്കുമ്പോൾ നല്ലൊരു രീതിയിലുള്ള PVC ഡോസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിലും നല്ല നീറ്റായിട്ടുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ടൈലാണ്. അതുപോലെ വോൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജാഗോർ എന്ന ബ്രാൻഡാണ്. കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാക്കി ഫിറ്റിംഗ്സ് എല്ലാം CP ഫിറ്റിംഗ്സ് എല്ലാം ജാഗോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡയമീറ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂമിലേക്ക് പോകും. രണ്ടാമത്തെ റൂം അപ്സ്റ്റെയറിലാണ് വരുന്നത്. നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്ന ട്രെഡ് ഗ്രാനൈറ്റും അതുപോലെ റൈസർ ടൈലിലോ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് നോക്കുകയാണെങ്കിൽ മഹാഗണിയുടെ ഒരു വുഡ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കോളിംഗ് ബെല്ല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ അപ്സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് കണ്ടു ഒരു പാർട്ടീഷൻ പോലെ ഒരു ആർച്ച് പോലെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഹോം ഡെക്കോറൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു ലാൻഡിംഗ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. 2 ലാൻഡിംഗ് ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പുറകിലായിട്ട് കാണും നല്ലൊരു ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊരു എന്താ പറയുന്നത് ഒരു ബ്രൗൺ ടീമിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് 5 പർഗോളയും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വെളിച്ചം കൂടി കിട്ടുന്നുണ്ട്. അതുപോലെ സർഫസ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ അപ്പർ ലോഞ്ചിലേക്ക് വരാം. അപ്പർ ലോഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ TV ഉണ്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു ചെറിയൊരു അപ്പർ ലോഞ്ചാണ്. അതുപോലെ ഇവിടെ എല്ലാം 4x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തിന് അപ്പോക്സി ഇവിടെ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ 3 റൂമുകളാണ് വരുന്നത്. പക്ഷേ ഇവിടെ അതിവിശാലമായിട്ടുള്ള ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ബാൽക്കണി കാഴ്ച കണ്ടിട്ട് റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഈ ബാൽക്കണി നോക്കുമ്പോൾ ഇതാണ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ ബാൽക്കണിലേക്ക് വരാം. ബാൽക്കണി നോക്കുവാണെങ്കിൽ ഇവിടെയും പ്രീമിയം ആയിട്ടുള്ള 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ഷേപ്പിൽ കാണാം പ്രൊഫൈൽ ചാനൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സ്റ്റൈൻലെസ് സ്റ്റീൽ 304-ലാണ് ഒരു ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു വലിയൊരു ബാൽക്കണിയാണ്. 2 ഭാഗത്തായിട്ട് 2 പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ GI ട്യൂബ്സിലാണ് ഈ പർഗോള പോലുള്ള ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇങ്ങോട്ടേക്ക് നീളുകയാണ്. ഇങ്ങോട്ടേക്ക് തന്നെ അപ്സ്റ്റെയറിലേക്ക് പോകുന്നത്. അതുവരെയും വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാൽക്കണിയുടെ ഫ്രണ്ട് ജനാല നോക്കുകയാണെങ്കിൽ അതെല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ ഏരിയ വരുന്നത്. തൊട്ടടുത്ത് തന്നെ റൂം വരുന്നത്. ഈ റൂമിലും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതും സൈസ് നോക്കുകയാണെങ്കിൽ 10 അടി വീതിയും 12 അടി നീളമുള്ളത്. താഴെ കണ്ട അതേപോലത്തെ റൂം തന്നെയാണ്. അതുപോലെ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും റോസ് ഗോൾഡ് ഫിനിഷ് തന്നെയാണ് ആ ഒരു പ്രൊഫൈൽ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തും ഈ മിറർ യൂണിറ്റ് അകത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലേക്ക് പോകും. വാഷ്റൂമിലേക്ക് പോകും. ഇവിടുത്തെ ഡോസും PVC ഡോസ് തന്നെയാണ്. അതുപോലെ ഇവിടുത്തെ ഫിറ്റിംഗ്സ് നോക്കുകയാണെങ്കിലും ഇവിടെയും ജാഗോർ തന്നെയാണ്. ഫുള്ള് ജാഗോറ യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വോൾ മൗണ്ടഡായിട്ടുള്ള ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയും ഫിറ്റിംഗ്സ് എല്ലാം CP ഫിറ്റിംഗ്സ് എല്ലാം ജാഗോർ തന്നെയാണ്. അതുപോലെ വാഷ് ബേസിൻ മാത്രം സെറ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ 3ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് വീട്ടിലെ 3ാമത്തെ റൂം. ഈ റൂം നോക്കുകയാണെങ്കിൽ 10 അടി വീതിയും 10 അടി നീളവും 10 സൈസാണ് വരുന്നത്. 100 സ്ക്വയർ ഫീറ്റ് റൂമാണ്. മുകളിലായിട്ട് സീലിംഗ് ആയിട്ടില്ല. അതുപോലെ 3 വിൻഡോസ് കാണാം. നമുക്ക് തൊട്ടടുത്ത് തന്നെ വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. വാഷ്റൂമിൽ ഇവിടെ ഫിറ്റിംഗ്സ് യൂസ് ചെയ്ത് ജാഗോർ തന്നെയാണ്. നേരത്തെ പോലെ തന്നെയാണ്. നമ്മുടെ സെറയുടെയാണ് വാഷ് ബേസിൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ 4ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ റൂം. ഈ 4ാമത്തെ റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 12 അടി നീളവും 8 അടി വീതിയുള്ള റൂമാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് റൂം അങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റിയ റൂമാണ്. ഇതിവിടെ എല്ലാം 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടോട്ടലി 4 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീലിംഗ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരുപാട് പേർക്ക് സീലിംഗ് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും ചെയ്യാത്തത്. അതുപോലെ ഇങ്ങോട്ടേ നോക്കാൻ ഡ്യുവൽ ടോണിലാണ് ഒരു ഒരു ഐവറി അതുപോലെ തന്നെ വൈറ്റ് അങ്ങനെ ഡ്യുവൽ ടോണിലാണ് ഈ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് വാഷ്റൂം അറ്റാച്ച്ഡ് അല്ല, ഒരു കോമൺ ആയിട്ട് ഒരു വാഷ്റൂം കൊടുത്തിരിക്കുന്നതിനുള്ള. അപ്പോൾ ആ ഒരു കോമൺ വാഷ്റൂം എങ്ങനെയാണ് നോക്കാം. ഈ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എസ്കോ എന്ന ജാഗോറിൻ്റെ എസ്കോ എന്ന ബ്രാൻഡ് തന്നെയാണ്. ബാക്കി CP ഫിറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ അത് കോസ്റ്റ എന്ന ബ്രാൻഡാണ്. വാഷ് ബേസിൻ സെറയാണ്. അതുപോലെ ടൈലൊക്കെ എല്ലാം പ്രീമിയം ആയിട്ട് ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത്. ഷവർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഏരിയ. ഇപ്പോൾ ഇവിടെ ഇനി വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്യാനുണ്ട്. അതുപോലെ ഒരു 1000 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം 3 ലെയറാണ്. പോളി ക്യാപ്പിൽ എന്ന കമ്പനിയുടെയാണ്. അതിന് പ്രത്യേകിച്ച് ഹൈറ്റിൽ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല പർഗോളയുടെ ഗ്ലാസ് കാണാം. പിന്നെ നമുക്ക് അശ കെട്ടാൻ വേണ്ടിയുള്ള ഹൂക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ചെടി വെക്കാൻ വേണ്ടി സ്പേസും ഉണ്ട്. നമുക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ ഇങ്ങോട്ടേക്ക് ഒരു ടൗൺ സ്റ്റെപ്പ് താഴോട്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് ചെടിച്ചട്ടിയൊക്കെ വെച്ച് ചെടികളൊക്കെ വെച്ച് അതിമനോഹരമാക്കി എടുക്കാൻ പറ്റിയൊരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം സെൻറ്ററിലേക്ക് ഇവിടുത്തെ ഉള്ള ദൂരം നോക്കുകയാണെങ്കിൽ 10 കിലോമീറ്റർ മാത്രമാണ്. അതുപോലെ തന്നെ ഇനി വട്ടിയൂർക്കാവിലേക്കാണെങ്കിൽ 2.5 കിലോമീറ്റർ അകത്തേ വരുന്നുള്ളൂ. മോർ സൂപ്പർ മാർക്കറ്റിലെ ദൂരം എന്ന് പറയുന്നത് 2 കിലോമീറ്റർ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ 72 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി വീട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഉള്ളത് 75 ലക്ഷം രൂപയാണ്. 75 lakhs ആണ്. അത് നെഗോഷ്യബിൾ ആണ്. അതുപോലെ വേറൊരു കാര്യം എടുത്ത് പറയാനുണ്ട്. അപ്പോൾ ഞാൻ വഴി നിങ്ങളുടെ വീട് വാങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു സർവീസ് ചാർജും ഈടാക്കുന്നതല്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പറിന് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.